ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ മുത്ത് മോമിനീങ്ങളെ, ഞാൻ നിങ്ങളിലേക്ക് ഇതിനു മുമ്പും വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ ഓരോ ദിവസവും ചൊല്ലുന്ന ദിക്റിനെ പരിചയപ്പെടുത്തിയാണ് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിത്തരും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതുപോലെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന രീതി എന്തെന്ന് വെച്ചാൽ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉമ്മമാർ നമ്മളെ വീട്ടിലുണ്ട്. നമ്മൾക്ക് വിചാരിച്ച പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് എല്ലാ ആളുകളും. സമ്പത്ത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടാത്തൊരവസ്ഥയും, നമ്മളെ ഹസ്ബൻഡുമാരൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവർ നമ്മൾക്കൊന്നും തരാതെ അങ്ങോട്ട് പോകുന്ന ആ സമയത്ത്, നമ്മൾ ആരെങ്കിലും പിരിവിന് വന്ന ആളുകൾ വന്നാലും, അതുപോലെ തന്നെ കുട്ടികൾ മദ്രസയിലേക്ക് സ്കൂളിലേക്ക് ആവശ്യം പറയുന്നതൊക്കെ ഉമ്മമാരോടായിരിക്കും. ആ സമയത്തൊക്കെ നമ്മൾ വല്ലാതെ അങ്ങോട്ട് പ്രയാസപ്പെടും. ഇവർ പോകുമ്പോൾ എന്നും പോകുന്ന രീതിയിൽ ഇവരങ്ങോട്ട് പോകും. നമ്മളിലേക്ക് തരാത്ത ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഒന്നും പൈസ ഒന്നും ഏൽപ്പിക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ സാധനമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും, കുറച്ചൊക്കെ നോക്കുന്നല്ലാതെ മുഴുവൻ കാര്യങ്ങളും നോക്കാത്തൊരവസ്ഥയിലുണ്ട് ഇന്നും ആളുകൾ. അപ്പോൾ ഈ പ്രയാസപ്പെടുന്ന ഈ സ്ത്രീകളുണ്ടല്ലോ, അവർക്കൊരു വല്ലാത്തൊരു പ്രയാസമാണ്. അതേപോലെ അവർക്ക് കുറച്ച് സ്വർണം, അവരെ കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിലും അത് ആരെടുത്തെങ്കിലും ആയിരിക്കും. അവർക്ക് ഉപകരിക്കാൻ കിട്ടുമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന സമ്പത്ത് എവിടേക്കോ കുടുങ്ങിപ്പോയ, അല്ലെങ്കിൽ ജോലി ചെയ്ത് കാണാൻ ശമ്പളം കിട്ടാതെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ആരെങ്കിലും വായ്പ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കാത്ത, അവരും തരാമെന്ന് പറയുമെന്നല്ലാതെ കൊണ്ടുവന്ന് കൊടുത്തെങ്കിലല്ലേ ഇവരെ ഉപകാരം നടക്കുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട്, അല്ലെങ്കിൽ ബാങ്കിൽ കുടുങ്ങി കിടക്കുന്ന ആളുകൾ, ബാങ്കിൽ വെച്ച സ്വർണം എടുക്കാൻ കഴിയാതെ അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ, നമ്മളെ സമ്പത്ത് ഏത് രൂപത്തിൽ പുറത്ത് പോയതാണെങ്കിലും തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു വല്ലാത്തൊരു പ്രയാസവും പ്രതിസന്ധിയാണല്ലോ. അപ്പോൾ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ നമ്മളെ ഹൃദയത്തിൽ ഏത് നേരം വരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട്, അത് കിട്ടുവോളം നിങ്ങൾ തുടർച്ചയായി ചൊല്ലേണ്ട ഒരു സൂറത്തിനെ ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ ദിവസവും മഗ്‌രിബിക്ക് ശേഷം എല്ലാവരും പ്രാവർത്തികമാക്കുന്നൊരു സൂറത്താണ്. അത് നിത്യേന ഓതുകയും വേണം. അതിന് ഒരുപാട് മഹത്വങ്ങളുള്ള സൂറത്താണ്. നമ്മളെ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് യാസീൻ. അപ്പോൾ എൻ്റെ മുത്തു മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് നഷ്ടപ്പെട്ടിട്ട് തിരികെ കിട്ടാതിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. അവർ കിട്ടാത്ത ആ ഒരു സാധനത്തിന് മനസ്സിൽ നെയ്യത്ത് വെച്ചിട്ട് ഒരു യാസീൻ ഓതണം. ആ യാസീൻ ഓതുന്ന സമയത്ത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആ ഒരു വരി ആ ഒരു ആയത്തിനെ വീണ്ടും 313 പ്രാവശ്യം പ്രാവർത്തികമാക്കുക. അതിനുശേഷം ബാക്കി ഓതി യാസീൻ മുഴുവനാക്കുകയും വേണം. ഞാൻ പറഞ്ഞത് വ്യക്തമായിരിക്കും എന്ന് വിചാരിക്കുന്നു. യാസീൻ എന്ന സൂറത്ത് നല്ല നെയ്യത്തോടു കൂടി, നിങ്ങളെ നെയ്യത്ത് എന്താണോ നിങ്ങളെ മനസ്സിൽ മാത്രമേ അതറിയുള്ളൂ, അള്ളാഹ്ക്കും അറിയും, നമ്മൾക്കൊന്നും അതറിയില്ലല്ലോ. അപ്പോൾ എന്താണോ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട ആ ഒരു സമ്പത്ത് വിചാരിച്ച് നിങ്ങൾ നെയ്യത്ത് വെക്കുക. എന്നിട്ട് യാസീൻ്റെ സൂറത്ത് ഓതിയിട്ട് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആ ഒരു ആയത്ത് വരുന്ന സമയത്ത് നിങ്ങൾ 313 പ്രാവശ്യം ഓതിയതിന് ശേഷം ബാക്കി യാസീൻ പൂർത്തിയാക്കുകയും വേണം. മനസ്സിലായിരിക്കും. എന്നിട്ട് അത് ഓതിക്കഴിഞ്ഞതിന് ശേഷം 2 കൈയും ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അത് ദിവസവും ഒരു സമയം, നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം, നല്ല ഭക്തിയോടുകൂടി, നല്ല സന്തോഷത്തിലും സമാധാനത്തിലും റാഹത്തിലും ഇരുന്ന് നിങ്ങൾ അത് തെറ്റുകൂടാതെ ഖുർആൻ തുറന്ന് ഒളുവോടുകൂടി നിങ്ങൾ ഓതാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ ചെയ്യുന്ന ജോലിൻ്റെ ഇടയിലൊന്നും ഓതിയാലൊന്നും അതൊരു വക്താവൂല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഓതുന്ന നല്ല കറക്റ്റിൽ ഓതിയതിന് ശേഷം നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നേടിത്തരും, അത് ഉറപ്പാണ്.
ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞത് കേട്ട് പരിചയപ്പെട്ട ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മുത്ത് മോമിനിയങ്ങൾ നഷ്ടപ്പെട്ട എന്താണോ, ചില ആളുകൾക്ക് പേപ്പേഴ്സ് ആവും, ചില ആളുകൾക്ക് ഒരാധാരം നഷ്ടപ്പെടും, ഇങ്ങനെ പല എന്തെങ്കിലും ആയിരിക്കട്ടെ, നമുക്ക് എന്താണെന്ന് വ്യക്തമായി പറയാൻ പറ്റൂല. അതുകൊണ്ട് എന്താണോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടത്, അതല്ലെങ്കിൽ മക്കളെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അങ്ങനെ എന്ത് നഷ്ടപ്പെട്ടാലും ഒരുപാട് ആളുകൾ ബാങ്ക് ലോണ് ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെട്ട് ഇടങ്ങേറായി നിൽക്കുന്ന ആളുകളുണ്ടാവും. ഇവരൊക്കെ ഇതൊന്ന് പ്രാവർത്തികമാക്കി ഓതിക്കോളി. എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക. എത്രയും പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുന്നിലേക്ക് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എന്ത് സംഭവമാണെങ്കിലും എത്തിച്ചു തരട്ടെ. അതുപോലെ തന്നെ അള്ളാഹ്ക്ക് കഴിയാത്ത ഒരു പണിയില്ലല്ലോ. നമ്മൾ അള്ളാഹുവിലേക്ക് എത്രത്തോളം അടുക്കുന്നുവോ അള്ളാഹു ഉയരത്തിലൂടെ നമ്മൾ അടുത്തേക്ക് അടുക്കും. അത് നല്ല ഭക്തിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ബേജാറായി ഇങ്ങനെ നിരന്തരം ദുആ ചെയ്താലൊന്നും അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മൾ നല്ല സന്തോഷത്തിൽ അള്ളാഹിൻ്റെ മുന്നിൽ, അള്ളാഹു കരുണയും കരുണാനിധിയുമായ അള്ളാഹുവാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ നല്ല റാഹത്തിലിരുന്ന് നല്ല ഭക്തിയോട് കൂടി ചെയ്യുന്ന ഇബാദത്ത് എങ്ങനെയാണെങ്കിലും നല്ല ഭക്തിയോട് കൂടി ചെയ്യുക. എന്നാൽ അള്ളാഹു അതിനൊരു ഉത്തരം എന്തായാലും തിരിച്ചു തരും, ഉറപ്പാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ഓരോ ദിവസത്തിലുള്ള ദിക്റുണ്ടല്ലോ, 1001 പ്രാവശ്യം പ്രാവർത്തികമാക്കാനുള്ളൂ. അതൊക്കെ ചെറിയ ചെറിയ ദിക്റുകളാണ്. അതൊക്കെ ഒരു സമയം ഒരു 15-20 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ഒരുപാട് അള്ളാഹു ഒരുപാട് റാഹത്തും റഹ്മത്തും സമ്പത്തും സമാധാനവും നമ്മളിലേക്ക് എത്തിക്കും. അത് ഉറപ്പാണ്. അതുപോലെ തന്നെ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചെയ്യുക, ചെയ്യാത്തവർക്ക് ചെയ്യാൻ തോന്നട്ടെ. ആമീൻ. എന്താണെങ്കിൽ നമ്മൾ എത്രത്തോളം, ഇനി റമളാൻ മാസമൊക്കെ അല്ലേ വരുന്നത്, നമ്മൾ എത്രത്തോളം ഭക്തിയോടുകൂടി അള്ളാഹിലേക്ക് അടുക്കുന്നുവോ അള്ളാഹു എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളിലേക്ക് തരും. ആ സമയം തന്നിട്ടില്ലെങ്കിലും നമ്മളിലേക്ക് വേറെ എന്തെങ്കിലും ഒരു കരുണ അള്ളാഹു നമ്മളിലേക്ക് എത്തിക്കും, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ മക്കളിലൂടെയോ വീട്ടിലെ നല്ല സന്തോഷമായ ജീവിതത്തിലൂടെയോ അല്ലെങ്കിൽ ജോലിയിലൂടെയോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ബർക്കത്തുണ്ടാവും. നല്ല ബർക്കത്തുള്ള എത്രയോ വീടുകളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മൾക്ക് ചെയ്യാൻ നിർബന്ധമാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക. 5 വക്ത് നമസ്കാരം കളാവാത്ത രൂപത്തിൽ നമസ്കരിക്കുക. അതിനുശേഷം യാസീന് ഓതിയതിനു ശേഷം ഈ ഒരു യാസീൻ ഞാൻ പറഞ്ഞ രീതിയിൽ ഓതിക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്താണോ വിഷമിച്ച് നിൽക്കുന്ന ഈ പ്രയാസം അതൊന്ന് നിങ്ങൾ പ്രാവർത്തികമാക്കി ഓതുക. അതുപോലെ ഞാൻ ഈ ഇടുന്ന ദിക്റ് വേൾഡ് എന്ന ഈ ലിങ്ക് നിങ്ങളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യാം കേട്ടോ. ആമീൻ.